എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ ചില ചെറിയ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും അറിവിന് വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഈ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങൾ ഞാനിവിടെ പറയാം. ഭരണി, തിരുവാതിര, ആയില്യം, പൂരം, പൂരാടം, പൂരുരുട്ടാതി, തൃക്കേട്ട, കാർത്തിക, മകം ഈ നക്ഷത്രങ്ങൾ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. വിവാഹത്തിന് യോജ്യമായ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ രോഹിണി, മകീരം, മകം, ഉത്രം, അത്തം, ചോതി, അനിഴം, മൂലം, ഉത്രാട, ഉത്രട്ടാതി, രേവതി ഇതെല്ലാം ശുഭകരമാണ്. ദിവസങ്ങളിൽ തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ആഴ്ചകളും ശുഭകരമാണ്. പിന്നെ നമ്മൾ വിവാഹത്തിൻ്റെ മുഹൂർത്തം നമ്മൾ നോക്കുമ്പോൾ ആരെങ്കിലും ഒരു മുഹൂർത്തം നമുക്ക് എടുത്തു തന്നാൽ ഗ്രഹനില നോക്കാനൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗ്രഹനില ഒരു സോഫ്റ്റ്വെയർ പഞ്ചാംഗമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. പക്ഷേ അതിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സോഫ്റ്റ്വെയർ, പഞ്ചാംഗം സോഫ്റ്റ്വെയറും ഫ്രീ ആയിട്ട് കിട്ടുന്നതുമായിട്ട് ധാരാളം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിവാഹത്തിൻ്റെ മുഹൂർത്തം എടുക്കുന്ന സമയത്ത് 7ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ അത് വളരെ ശുഭകരമാണ്. പ്രത്യേകിച്ച് 8ൽ ചൊവ്വയും 6ൽ ശുക്രനും ഇല്ലാതിരിക്കണം. വ്യാഴം, ശുക്രൻ, ബുധൻ ഇവർ ലഗ്നത്തിലോ 4ലോ 10ലോ നിൽക്കുക എന്നിവ വിവാഹ മുഹൂർത്തത്തിന് അതീവ ഗുണഫലമായിരിക്കും. വധുവിൻ്റെ ജന്മനക്ഷത്രം തിഥികളും ശുഭമാണ്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ ജനിച്ച കൂറിൻ്റെ 7ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും സ്ഥിതി ചെയ്യുമ്പോൾ വിവാഹം അശുഭമാണ്. പിന്നെ ഈ ഒറ്റ വർഷം, അതായത് നമ്മൾ പുരുഷന്മാർക്ക് ഒറ്റ വർഷം വരുന്ന വയസ്സുകളിൽ, സ്ത്രീകൾക്ക് ഇരട്ട വർഷം വരുന്ന വയസ്സുകളിലും നടക്കുന്ന വിവാഹം വളരെ ഉത്തമങ്ങളാവുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ആദ്യത്തെ പുത്രൻ്റെ വിവാഹം ധനുമാസത്തിൽ കഴിയുന്നതും നടത്താതിരുന്നാൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നമ്മൾ ഒരു ജനറൽ അറിവിന് വേണ്ടി പറയുന്നതാണ്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.